ഓട്ടോഗ്രാഫ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC Pride, ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷകൾ. Mangalore Institute of Oncology, a step ahead. Nidhi Gold Coconut Oil. J Bharat Engineering College, Perumbavoor, Kochi. KMM College, Idapalli Toll Gate, Kochi. നമസ്കാരം. ദർശൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓട്ടോഗ്രാഫിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറയിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തൃപ്പൂണിത്തുറ വളരെയധികം പ്രശസ്തമായിരിക്കുന്നത് കോട്ടയ്ക്കകം എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം കൂടി അതിനൊരു ഘടകമായിരുന്നു. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കകത്ത് തന്നെ ഉള്ള കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ എന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ MD ഡോക്ടർ NG മുരളി സാറാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്തേ. സാർ, ആദ്യം തന്നെ കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ, കോസ്മോക്കി എന്ന ഒരു പദം എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളടക്കം? കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ, കോസ്മോക്കി എന്നുള്ള പദത്തിനർത്ഥം പ്രാപഞ്ചിക പ്രാണൻ എന്ന് വരും. ഞാൻ ബേസിക്കലി റേക്കി മാസ്റ്ററാണ്, റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ് ഞാൻ. റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപഞ്ചിക ജീവശക്തി അഥവാ നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. ഏതാണ്ട് അതേ അർത്ഥം തന്നെ വരുന്ന ഒരു അന്യഭാഷാ പദമാണ് കോസ്മോക്കി. ഒരൊറ്റ വേർഡാണ് കോസ്മോ. ഇത് റഷ്യൻ വേർഡാണോ? കോസ്മോ എന്നുള്ളത് ഒരു റഷ്യൻ പദവും കീ എന്നുള്ളത് ഒരു ചൈനീസ് ജപ്പാൻ പദവുമാണ്. അത് രണ്ടും കൂടി ചേർത്താൽ കോസ്മോക്കി എന്നായി. കീ എന്ന ജപ്പാൻ പ്രാണൻ എന്നർത്ഥം. പ്രാണൻ അല്ലേ? ഇത് കൂടി ചേർന്ന് കോസ്മോക്കി. ഈ ഹീലിംഗ് സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ജീവിത പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലും പെട്ട എല്ലാ ജീവിത പ്രശ്നങ്ങളെയും അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാവുന്ന ഒരു സെൻറ്റർ. അതാണ് നമ്മൾ കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരികിലും ജ്യോതിഷം പോലുള്ള സംഗതികൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡോക്ടർ NG മുരളി എന്ന താങ്കൾ റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്. താങ്കളുടെ കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ രംഗത്ത് ഇന്നിപ്പോൾ കണ്ടുവരുന്ന പലതരം ദുഷിച്ച പ്രവണതകൾ, കൂടുതലായിട്ട് മെഡിക്കേഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും ജീവിക്കാനുള്ള കരാറും വൈദ്യശാസ്ത്രത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർമാരിലേക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവന്ന് അടിയറവ് വയ്ക്കുന്നതിന് പകരം സ്വന്തം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ചില ജീവിതചര്യകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട്, ചില ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട്, വേറെയും നാട്ടറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രചാരണമാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്യാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ, റേക്കി എന്ന ആ ഒരു സമ്പ്രദായം അത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ക്രമങ്ങൾ എങ്ങനെ? റേക്കി ചികിത്സ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് ജപ്പാനിൽ ആരംഭിച്ച് ഏതാണ്ട് 80കളിൽ ഭാരതത്തിലേക്ക് കുടിയേറി വന്ന, അമേരിക്കയിൽ നിന്ന് കുടിയേറി വന്ന ഒരു സമ്പ്രദായമാണ്. അതിനെ ചികിത്സാ സമ്പ്രദായം എന്നാണ് പറയണതെങ്കിലും ഞാനതിനെ ഒരു എന്താ പറയുക, ഒരു ജീവിതചര്യ എന്ന്, ഒരു ജീവിതത്തിൻ്റെ ഒരു വഴി, ഒരു പ്രത്യേക വഴി, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റേക്കിയെ ഇഷ്ടപ്പെടുന്നത്. ഒരു ചികിത്സാ സമ്പ്രദായം മാത്രമല്ല അത് ശീലിച്ചു വരാൻ ഒരാൾക്ക് അതിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട്, അതിൻ്റെ മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഒരു ഇനീഷ്യേഷൻ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതല്ലാതെ പുസ്തകം നോക്കി പഠിക്കാവുന്ന ഒന്നല്ലത്. അതിന് കണിശമായ താന്ത്രിക ക്രിയകൾ കഴിഞ്ഞിട്ട്, അതാണ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. ആ ഇനിഷ്യേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ആൾക്കും, ഇനി യാതൊരു മാനദണ്ഡവുമില്ല, ഏതൊരാൾക്കും റേക്കി പ്രാക്ടീഷണർ ആവാം. സാർ, ഇപ്പോൾ സാർ റേക്കിയിലെ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ രുദ്രാക്ഷ മേഖലകളിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് കേരളത്തിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ. എന്താണ് താങ്കൾ ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ ചെയ്യുന്ന സേവനം എന്തൊക്കെയാണ്? റേക്കി ചികിത്സ പോലെ തന്നെ ഒരു ഊർജ്ജ ചികിത്സാ പദ്ധതിയായിട്ടാണ് ഞാൻ രുദ്രാക്ഷത്തിനെ നമ്മുടെ ഈ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? രുദ്രാക്ഷവും എനർജി തരുന്നു.
മനുഷ്യർക്ക് അതൊരു എനർജി സപ്ലിമെൻ്റായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എനർജി ഹീലിംഗ് ആയിട്ടുള്ള റേക്കിയെ പോലെ തന്നെ എനിക്ക് രുദ്രാക്ഷത്തിനെയും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇതിനെ നമുക്ക് പക്ഷേ ഭാരതീയർ പൊതുവേ ഇതിനെ ഒരു ആധ്യാത്മിക സാമഗ്രി ആയിട്ടാണ് രുദ്രാക്ഷത്തിനെ കണ്ടുവരുന്നത്. ശരി, ആ അർത്ഥത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന അതിന് പകരം ഒരു റെഡിമെയ്ഡ് ആധ്യാത്മിക സാധനയാണ് രുദ്രാക്ഷം. സർ, ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറയുന്ന ഇപ്പോൾ താങ്കൾ പറയുന്ന ആത്മീയ തലത്തിലുള്ളൊരു സമ്പ്രദായത്തെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങൾക്കുള്ളിലേക്ക് കബളിപ്പിക്കപ്പെടുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് യഥാർത്ഥ രുദ്രാക്ഷം എന്നാൽ എന്ത്? ആദ്യം തന്നെ എനിക്ക് എൻ്റെ ബേസിക്കലി തന്നെ പറയേണ്ടിയിരിക്കുന്നു. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ, രുദ്രാക്ഷ മരത്തിൻ്റെ പഴത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന കുരുവാണ്. ആ കുരു അത് എൻ്റെ പഴം വേർതിരിച്ചെടുത്ത് കുരുവിനെ പുറത്തെടുക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ നെല്ലിക്ക നമ്മൾ പുഴുങ്ങിയിട്ട് അച്ചാർ വയ്ക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കയുടെ മാംസള ഭാഗം എടുക്കും, കുരു കളയും. ഇവിടെ നമ്മളിതിൻ്റെ മാംസള ഭാഗം കളയും, കുരു എടുക്കും. അതുപോലെ തന്നെ നാച്ചുറലായിട്ടൊരു മരത്തിൻ്റെ കുരുവാണ് രുദ്രാക്ഷം. ആ കുരു കൈ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവണു അതിൻ്റെ ഉള്ളിൽ കൂടെ സെൻറ്ററിൽ കൂടെ ഹോളുണ്ട്. ആ ഹോള് നൂല് കോർക്കാൻ പാകത്തിന് പ്രകൃതി തന്നെ നിർമ്മിച്ചു വച്ചിട്ടുള്ളതാണ്. ഇത് മാല കോർത്ത് ധരിക്കട്ടെ എന്ന ആ ആഗ്രഹപ്രകാരം തന്നെ പ്രകൃതി നിർമ്മിതമാണ് രുദ്രാക്ഷം. അങ്ങനെയാണ് രുദ്രാക്ഷ മാല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി വരുന്നത്. അത് ഇപ്പോൾ ഉള്ള നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളൊരു അവസ്ഥ അനുസരിച്ചിട്ട് ഇത് ആരും ഇടുന്നില്ല. വളരെ കുറച്ച് വയസ്സായ ആളുകൾ മാത്രം ധരിക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ധരിക്കേണ്ട, സാധാരണ നിലയ്ക്ക് ഇത് ധരിച്ച് പരിചയമുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അവിടെയാണ് നമ്മൾ ഇത് എല്ലാവർക്കും ധരിക്കാവുന്നതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് കോസ്മോക്കി രുദ്രാക്ഷ പ്രചാരണ രംഗത്ത് 4 വർഷമായിട്ട് നിൽക്കുന്നത്. ശരി, ഇതിൽ വ്യാജന്മാരുണ്ട് ഉറപ്പായിട്ടും. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ധരിച്ചിട്ടുള്ള ആളുകൾ ശരിയായ രീതിയിലുള്ള രുദ്രാക്ഷധാരണം ചെയ്യുന്നില്ല. ഞങ്ങൾ കോസ്മോക്കി മനസ്സിലാക്കിയത് കേരളത്തിൽ ആരും തന്നെ രുദ്രാക്ഷം ധരിക്കുന്നില്ലെന്നാണ് പ്രോപ്പറായിട്ട്. അതിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പോലും അനുസരിച്ചിട്ടല്ല ആരും രുദ്രാക്ഷം ധരിക്കുന്നത്. എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാമെന്നിരിക്കെ വയസ്സായ ആളുകൾ മാത്രമേ ധരിക്കുന്നുള്ളൂ. പ്രയോജനം വലിയൊരു വിഭാഗം ആളുകൾക്ക് കിട്ടാതെ പോകുന്നു. ധരിച്ച ആളുകളൊക്കെ ധരിക്കുന്നത് ഏറ്റവും ചെറിയ മണിയുള്ള രുദ്രാക്ഷം സ്വർണ്ണത്തിൽ കെട്ടി മാലയാക്കി ധരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രയോജനം വീണ്ടും കിട്ടാതെ പോകുന്നു. അവരൊന്നും രുദ്രാക്ഷമേ ധരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ധരിച്ച ആളുകളൊക്കെ സ്വർണ്ണത്തിലായിരിക്കും കെട്ടിയത്, 5 പവനും 10 പവനൊക്കെ ഉണ്ടാവാം. പക്ഷേ ചെറിയ മണിയാണെങ്കിൽ അത് രുദ്രാക്ഷമായിട്ട് കൂട്ടുക വേണ്ട. രുദ്രാക്ഷം ധരിച്ചിട്ടില്ല അവർ. ഇനിയും ഒരു കൂട്ടരുണ്ട്, സന്യാസിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സന്യാസി പോലെ പ്രായമുള്ള ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർ വലിയൊരു രുദ്രാക്ഷം മാലയായിട്ട് ധരിച്ചിട്ടുണ്ട്. അവരും പ്രോപ്പറായിട്ട് ധരിച്ചിട്ടില്ല. അവരൊക്കെ നൂലിൽ കോർത്ത് ധരിച്ചിട്ടുണ്ട്. ഇതിന് ഗുഡ് കണ്ടക്ടർ മെറ്റൽ ഉപയോഗിച്ച് ത്രെഡ് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതെ, സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ ആയിരിക്കണം. മാത്രം പോരാ, പൊളാരിറ്റി നോക്കിയിട്ട് പാരലൽ കണക്ഷൻ ആവാൻ പാകത്തിന് കോർക്കണം. ഇത്രയും പറയുമ്പോൾ മനസ്സിലാവും ഈ രുദ്രാക്ഷ കായന് പൊളാരിറ്റി ഉണ്ട് എന്ന് വന്നു. തീർച്ചയായിട്ടും ആ പൊളാരിറ്റി നോക്കിയിട്ട് കോർത്താൽ മാത്രമേ അതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് അത്രയും കണിശമായിട്ട് കോർത്ത് കെട്ടി ധരിക്കാൻ പറ്റിയാൽ മാത്രമേ ഒരാൾ രുദ്രാക്ഷം ധരിച്ച ആളാവുള്ളൂ. ഈ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അത് നമുക്ക് നേരിട്ട് പറയുന്നതിലും നല്ലത് ഇതിൻ്റെ ഒരു സയൻസ് പാർട്ട് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ രുദ്രാക്ഷക്കായ നമുക്ക് ലഭ്യമാവുന്നത് അതിൻ്റെ ടെക്നിക്കൽ ടേം നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേൾക്കുന്നത് അനേകം മുഖങ്ങളിലുള്ള രുദ്രാക്ഷം ലഭ്യമാകും. ഏകമുഖ രുദ്രാക്ഷം, 2 മുഖ രുദ്രാക്ഷം, 3 മുഖ രുദ്രാക്ഷം, അങ്ങനെ മുകളിലേക്ക് 38 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്ന് പുരാണങ്ങൾ പറയണം. അതെ, വിധിയുടെ കാലത്തിൻ്റെ എന്തോ പ്രത്യേകത കൊണ്ട് ഇതിൽ ഏകമുഖ രുദ്രാക്ഷവും ഒഴിവാക്കൂ, ഒരു 22നും മുകളിലേക്കുള്ള രുദ്രാക്ഷങ്ങളും ഒഴിവാക്കി കാണൂ. അതൊന്നും ഉണ്ടാവണില്ല പ്രകൃതിയിൽ. 38 മുഖം വരെ വേണമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറയണത്. എന്ന് വെച്ചാൽ അത് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം പണ്ടെപ്പോഴോ. ഏകമുഖ രുദ്രാക്ഷവും ദുർലഭമാണ്, 21ന് മുകളിലേക്കുള്ള രുദ്രാക്ഷങ്ങളും ദുർലഭമാണ്. അതിനിടയിലുള്ള രുദ്രാക്ഷങ്ങളിൽ ചില കാലത്ത് ചില രുദ്രാക്ഷങ്ങൾ കൂടുതൽ അവൈലബിൾ ആവും, ചില കാലത്ത് ചില രുദ്രാക്ഷങ്ങൾ ഉണ്ടാവുകയില്ല. എപ്പോഴും കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പഞ്ചമുഖ രുദ്രാക്ഷം എന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള രുദ്രാക്ഷമാണ്. 5 മുഖം.
അതിൻ്റെ വെറൈറ്റി, അതിൻ്റെ സൈസിൽ ചെറുത്, കുറച്ചുകൂടി വലുത്, മുന്തിയത്, വലിയ മുഴുപ്പുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നെല്ലിക്കയുടെ മുഴുപ്പ്, നമ്മുടെ പുതിയ നെല്ലിക്കയുടെ മുഴുപ്പ് വിട്ടിട്ട് രുദ്രാക്ഷം ഉണ്ടാവില്ല. കേരളത്തിൽ നമുക്ക് നിറയെ വ്യാജന്മാരുണ്ട്. ആ വ്യാജന്മാരിൽ വലിയ സൈസിലൊക്കെ രുദ്രാക്ഷം ആളുകൾ കൊണ്ട് നടക്കണ കാണാം. ഏകമുഖ രുദ്രാക്ഷം ലഭ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ ഏകമുഖ രുദ്രാക്ഷമാണ് കേരളത്തിൽ അനേകം പേര് ധരിച്ചിട്ടുള്ളത്. അഥവാ പെർസെൻറ്റേജ് എടുത്താൽ ഭൂരിഭാഗവും ആളുകൾ ധരിച്ചിട്ടുണ്ടാവുക, രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ ആൾ ധരിച്ചിട്ടുണ്ടാവുക ഏകമുഖ രുദ്രാക്ഷമായിരിക്കും. പ്രകൃതിയിൽ ലഭ്യമല്ലാത്ത ഒന്നാണ് ഇവരൊക്കെ ധരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത്. അതെങ്ങനെയാണപ്പോൾ? സബ്സ്റ്റിറ്റ്യൂട്ട് കായിനെ കണ്ടുപിടിച്ചു ഇടയ്ക്ക് വെച്ചിട്ട്. ഉത്തരേന്ത്യൻ ലോബി രാമേശ്വര രുദ്രാക്ഷം എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ബദാങ്കായാണ്. VKC Pride, ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷകൾ. കുടുംബത്തിൽ ആരോഗ്യം വിളമ്പും നിധി, വറുത്തതും പൊരിച്ചതും ഇനിയൊന്നും കഴിച്ചിടാം. സന്തോഷം ആരോഗ്യം നൽകിയിടും ഈ വെളിച്ചെണ്ണ. നിധി ഗോൾഡ് കോക്കനട്ട് ഓയിൽ, ഏറ്റവും പരിശുദ്ധമായ വെളിച്ചെണ്ണ. Mangalore Institute of Oncology, a special hospital for the treatment of cancer. When you demand excellence, we deliver with confidence. Mangalore Institute of Oncology has the top medical talent to offer the best treatment to people with cancer. Our radiation oncology, medical oncology, surgical oncology, palliative care and pain management and rapid arc therapy will help in maximizing the chances of functional recovery and improve the quality of life of patients. Mangalore Institute of Oncology, Pampil Circle, Kankanadi, Mangalore. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കുണ്ടാകുന്നൊരു ക്വസ്റ്റ്യൻ, ഒരു നല്ല രുദ്രാക്ഷം എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. മാജിക് ഒന്നുമില്ല അത് തിരിച്ചറിയാൻ. ആളുകൾ ഓരോരുത്തരും ഇതിനെ നേരിട്ട് പരിചയപ്പെട്ട്, കണ്ട്, എടുത്ത്, പരിചയപ്പെട്ട് സ്വാഭാവികമായി പഠിക്കണം. അല്ലാതെ ഇതിൽ വേറൊരു സൂത്രവിദ്യയുമില്ല. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി കോസ്മോ കീ ഹീലിംഗ് സൊല്യൂഷൻ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ രുദ്രാക്ഷ പ്രദർശനം നടത്തി വരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ഒരു സ്ഥലത്ത് ഹോൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് രുദ്രാക്ഷ പ്രദർശനം നടത്തുന്നു. പൊതുജനങ്ങൾക്ക് ഈ രുദ്രാക്ഷ പ്രദർശനം വന്ന് കണ്ട് ഈ പറയുന്നത് മാതിരിയുള്ള എല്ലാ വിശദാംശങ്ങളും അവിടെ നമ്മൾ പലതവണയായിട്ട് ആളുകൾക്ക് പറഞ്ഞ്, ഓരോ ഗ്യാങ്ങായിട്ട് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. ഇനി കോസ്മോക്കി സൊല്യൂഷൻ്റെ ഹീലിംഗ് സൊല്യൂഷൻ്റെ മറ്റു ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതേ സെൻസിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന വേറൊരു സംഗതി പഞ്ചഗവ്യ ചികിത്സ എന്ന് പറയുന്നതാണ്. പഞ്ചഗവ്യ ചികിത്സയിൽ വരിക പശു തരുന്ന വിസർജ്യങ്ങൾ, അതിൽ പാലാവാം, അതിനെ കറന്നെടുക്കുന്ന പാല്, അതിൻ്റെ വിസർജ്യമായിട്ട് വരുന്ന ഗോമൂത്രം, അതിൽ നിന്ന് വരുന്ന വിസർജ്യമായിട്ട് വരുന്ന ചാണകം, ഇവയെ വീണ്ടും നമ്മൾ നമ്മുടെ ടെക്നോളജി അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മോര്, അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന തൈര്, നെയ്യ്, ഇങ്ങനെയുള്ളതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആയുർവേദ ചികിത്സ. ആയുർവേദ മരുന്നുകളിലെ ബഹുഭൂരിപക്ഷത്തിനും ഇതിലേതെങ്കിലും ഒരു ഗവ്യം, പശുവിൽ നിന്ന് കിട്ടുന്ന 5 കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തേ ആയുർവേദ മരുന്നുകൾക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ. സർവം പല പല വിഷയങ്ങളാണ് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് അറിവുകൾ, പുതിയ അറിവുകൾ സമ്മാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാറിൻ്റെ ഈ ഒരു ജീവിതം, ഈ ഒരു സേവനമാർഗവുമായി ബന്ധപ്പെട്ടിട്ട് സാറിൻ്റെ ഈ ഒരു ജീവിതത്തിനേക്കാൾ ഒരു കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് പറയാം. എനിക്ക് എൻ്റെ ഭാര്യ പ്രീത, അവർ റേക്കി മാസ്റ്റർ തന്നെയാണ്. ഈ സംരംഭത്തിൽ എൻ്റെ കൂടെ തന്നെയുണ്ട്. 2 കുട്ടികളാണ്. ഒരാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകളാണ്. മകൻ LKGയിലായി. എന്തായാലും സാർ ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിവിൻ്റെ ഒരു പുതിയ ലോകം സമ്മാനിച്ച ഡോക്ടർ NG മുരളി എന്ന താങ്കൾക്കും
കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു.